പ്രിയമാവൻ ഇവിടെ സന്തത സഹചാരിയായിരുന്നു. പ്രിയമാവൻ രാധാകൃഷ്ണമാമ ശ്രീകുട്ടമാമന്റെ അതേ ഏജാണ്. അപ്പം എപ്പോഴും പ്രിയമാമൻ പറയും, എനിക്ക് ഈ ഫീൽഡിലേക്ക് ഒരു വഴി വെട്ടിത്തന്നത് രാധാകൃഷ്ണമാമനാണ്. ഒരു ഭാര്യയ്ക്കും ഇതുപോലെ ഒരു ഭർത്താവിനെ സ്നേഹിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയില്ല. സഹധർമ്മിണി തന്നെയാണ്. അതുപോലെ തന്നെ ഗാനരചയിതാക്കന്മാര് ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ വാർത്തെടുത്ത ഒരു കുടുംബമാണ് മേടയിൽ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും നോളജ് ഉള്ള ടീച്ചർ എന്തുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് വന്നില്ല? എല്ലാവരും ചോദിക്കുന്നതാണ്. വരാമായിരുന്നു. ദേവരാജൻ മാസ്റ്റർ വരെ ഹരിപ്പാട്ട് വീട്ടിൽ വരുമ്പോൾ പറയുമായിരുന്നു ഈ കുട്ടിയെ ഫിലിമിലേക്ക് പാടാൻ വിടാന്ന്. കാരണം അന്ന് വോയിസ് എത്ര വേണേ പോയി. പക്ഷെ അച്ഛനത് താല്പര്യമില്ല. അപ്പൊ എൻ്റെ കൂടെ ഗാനപ്രവീണിക്ക് പഠിക്കുന്നവരെല്ലാം അതീവ വിദ്വത്തുള്ളവരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ എനിക്ക് കുറച്ചെങ്കിലും എത്തണമെങ്കിൽ ക്ലാസിക്കല് അപാരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ലാസ്റ്റില് ഗാനപ്രവീണിക്ക് മ്യൂസിക്കില് എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അത് കൊച്ചിലേ മുതൽ തുടങ്ങിയതാണ്. എന്നെ പേടിപ്പിച്ച് സാമ്പ്രാണി തിരി ഉണ്ടല്ലോ, അത് കത്തിച്ച ഉറങ്ങിട്ട് വായി വെക്കാം. അപ്പൊ രാത്രിയില് ഇരുട്ടത്ത് ഒരു ഭൂതത്തെ പോലെ ചുമന്നിരിക്കും. അല്ല, ഇത്രയും വലിയ ഒരു ആനയ്ക്ക് ആനയുടെ വില ഇറങ്ങിയിരുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് അമ്മാവൻ. ടീച്ചറിന് എം ജി രാധാകൃഷ്ണൻ എന്ന സഹോദരനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ ചേട്ടന്റെ ഓരോ സ്വഭാവങ്ങളും രീതികളും അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ വിട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടവും. അതെ, ടീച്ചറിന്റെ ഇടവും വലവുമായിട്ടുള്ള രണ്ട് ചിറകുകളായിരുന്നു തീർച്ചയായിട്ടും പപ്പച്ചേച്ചി. പത്മിനെ പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത്, ഒരു ഭാര്യയ്ക്കും ഇതുപോലെ ഒരു ഭർത്താവിനെ സ്നേഹിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയില്ല. സഹധർമ്മിണി തന്നെയാണ്. അന്വർത്ഥമാക്കുന്ന അവര് തമ്മിൽ 13 വയസ്സിന്റെ വ്യത്യാസം, 13 years. പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നില്ല. ഒരുപാട് അങ്ങനെ അമ്മാവനെ നന്നായിട്ട് ഇങ്ങനെ അമ്മായി അത് ശ്രദ്ധിക്കുമായിരുന്നു. ഡ്രസ്സിന്റെയും മുടിയുടെയും ഒക്കെ അമ്മായി തന്നെയാണ് മുടിയൊക്കെ കട്ട് ചെയ്യുന്നതും താടിയൊക്കെ ബിയഡൊക്കെ ട്രിം ചെയ്യുന്നതും ഒരു നര പോലും വരാതെ സൂക്ഷിക്കുന്നതും ഒക്കെ. ഒരു പെർഫെക്റ്റ് ഫാൻ ആയിരുന്നെന്ന് കേട്ടു. അമ്മായി ഫാനാണ്, ഒരു പ്രണയിനി തന്നെ ആയിരുന്നു. ഈ കവിതകളും എഴുതുമായിരുന്നു, പാട്ടുകള് പിന്നെ എഴുതി അമ്മാവൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്, ചിത്രരചന എല്ലാം ഉണ്ടായിരുന്നു. കലാകാരി ബുൾബുൾ വായിക്കും ഒക്കെയാണ്. പിന്നെ മൗത്ത് ഓർഗൻ അവസാനം അത് കുറേ പാട്ടുകൾ ചെയ്ത് ഒരുപാട് പേർക്ക് അയച്ചു. ഇതാ ഇത്രയും വർഷം, എത്ര വർഷം ഈ നാത്തൂന്മാരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ വരാം. ഒരിക്കൽ പോലും വന്നിട്ടില്ല. അമ്മായി ഇവിടെ അത്ര നല്ല സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊന്ന് പത്മജയെ പറ്റി പറയാനുണ്ട്. അതായത് ഇപ്പം കല്യാണം കഴിച്ചു വന്നു, അപ്പോഴേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാറാം എന്നല്ല. ഇവിടെ എത്രയോ ബന്ധുക്കളുടെ കുടുംബത്തിലെ എത്ര അവരുടെ എല്ലാം കൂടെ ഒരുമിച്ച് ജീവിച്ചു പോവുക. അവരെ ഒരിക്കലും ഭിന്നിപ്പിച്ചിട്ടില്ല. അത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാര്യം ഇതൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ എനിക്ക് തീരെ ചെറുതായിരുന്നു. അവർക്കൊരു പ്രൈവസിയെ കിട്ടിയിട്ടില്ല. 6 വയസ്സേ ഉള്ളൂ അമ്മാവന്റെ. ഞാൻ അമ്മാവനെ ചേട്ടാന്നാ വിളിക്കുന്നത്. എല്ലാവരുടെയും ചേട്ടനാണ്. അപ്പൊ ഞാൻ ചേട്ടാന്നാ, എന്റെ വിചാരം എന്റെയും ചേട്ടൻ. അപ്പൊ എന്നെയും കൊണ്ട് ഇങ്ങനെ നടക്കും. ശരിക്കും ഞാൻ ഈ വീട്ടിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തലയിൽ വെച്ചിട്ടാണ് അമ്മാവൻ എന്നെ നടത്തിയിരുന്നത്. എല്ലായിടത്തും കൊണ്ടുപോകും. എല്ലായിടത്തും ഐസ്ക്രീം മേടിച്ചു തരാനും സിനിമയ്ക്ക് കൊണ്ടുപോകാനും അന്ന് എന്ത് നാടകത്തിന് കൊണ്ടുപോകണമെന്നൊന്നും രക്ഷയില്ല. കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്നെ കൊണ്ടുപോയ ഫിലിമാണ്. അപ്പൊ എന്നിട്ട് രാത്രിയില് ഭയങ്കര ഒരുമാതിരി എന്താ പറയണ്ട, പിന്നെ പേടിക്കാതെ ഒരുമാതിരി എന്താ പറയണ്ട കുരുത്തം കെട്ട സ്വഭാവമായിരുന്നു അമ്മാവന്റെ. ഈ കുരുത്തം കുസൃതി പിടിച്ചൊരു സ്വഭാവം. ഇവളുടെയും കൊച്ചിന്റെയും കുരുത്തം കെട്ട സ്വഭാവം. എന്നിട്ട്
അമ്മാവനുണ്ടല്ലോ രാത്രി ജനലിന്റെ അവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ ഈ രക്തരക്ഷസ് ഒരു ശബ്ദം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ആ ശബ്ദം ഉണ്ടാക്കും. എന്നിട്ട് അവരൊക്കെ വഴക്ക് പറയും കൊച്ചിനെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് കൊച്ചിലേ മുതൽ തുടങ്ങിയതാണ്. എന്നെ പേടിപ്പിച്ച് സാമ്പ്രാണി തിരി ഉണ്ടല്ലോ അത് കത്തിച്ച ഉറങ്ങിട്ട് വായി വെക്കും. അപ്പൊ രാത്രിയില് ഇരുട്ടത്ത് ഒരു ഭൂതത്തെ പോലെ ചുമന്നിരിക്കും. അല്ല ഇത്രയും വലിയ ഒരു ആനയ്ക്ക് ആനയുടെ വില ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് അമ്മാവിന്റെ ആ ഒരു വില അത് കാണിക്കില്ല. അമ്മാവൻ കാണിക്കില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സൊസൈറ്റിയിലെ പല സെക്ഷൻസ് ആണ്. ഒരു മ്യൂസീഷ്യൻസ് മാത്രമല്ല, അമ്മാവന് ഒരുപാട് ഫിസിക്സ് പ്രൊഫസർമാര്, പോലീസുകാര്, രാഷ്ട്രീയ നേതാക്കള്, ഇവരൊക്കെയാണ് പാളയത്ത് പ്രത്യേക പരിഗണനയാ. ചേട്ടൻ ചെന്ന ഉടനെ എല്ലാരും വിളിക്കും, ഞാൻ തരാം. അപ്പൊ ഇവിടെ പിന്നെ അമ്മൂമ്മക്ക് നല്ല പണിയായിരുന്നു. രാഷ്ട്രീയ നേതാക്കള് അന്ന് കോൺഗ്രസ്സുകാരാണ് കൂടുതലും വന്നോണ്ടിരുന്നത്. എന്നാലും ബാക്കി എല്ലാരും വരും. എന്നാലും പി സി ചാക്കോ അവരൊക്കെ വന്നിട്ട് രാത്രിയിൽ അമ്മൂമ്മയുടെ അടുത്ത് അങ്ങ് ഭയങ്കര എന്താ സ്വാതന്ത്ര്യമായിട്ട് അമ്മ കഞ്ഞി തരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ വരുന്നത്. അപ്പൊ കഞ്ഞി കുടിക്കാനും അമ്മയുടെ കല്യാണത്തിന് ഇല തുടച്ചത് ആരാണെന്ന് ചോദിച്ചാല് ആരാണ്? ഇവരൊക്കെ തന്നെ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും അപ്പം പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോ പ്രിയമാമൻ ഇവിടെ സന്തത സഹചാരിയായിരുന്നു. പ്രിയമാമൻ രാധാകൃഷ്ണ മാമ ശ്രീകുട്ടമാമന്റെ അതേ ഏജാണ്. അപ്പം എപ്പോഴും പ്രിയമാമൻ പറയും, എനിക്ക് ഈ ഫീൽഡിലേക്ക് ഒരു വഴി വെട്ടി തന്നത് രാധാകൃഷ്ണ മാമനാണ്. എന്താന്ന് വെച്ചാല് അന്നത്തെ സിനിമകളിലുണ്ട് ഷോലെ അങ്ങനെയൊക്കെയുള്ള സിനിമ, ഹിന്ദി സിനിമ കാണാനായിട്ട് ശ്രീകുട്ട മാമനെയും കൊണ്ടും പ്രിയമാമനെയും കൊണ്ടാണ് അമ്മാവൻ പോണത്. അപ്പം ആ ഒരു ഇത് ഇന്റിമസി ഉണ്ട്. ഇവരുടെ ഫാമിലി തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. വാലുപറമ്പിൽ രാജമ്മ എന്നാണ് പ്രിയമാമന്റെ കമലാക്ഷിയമ്മ. അപ്പം ഈ ഫാമിലി അപ്പൊ പ്രിയമാമന് അറിയില്ല സത്യത്തിൽ ഇതിൽ ഏതാണ് എന്റെ അമ്മ. പ്രിയമാമനെ കൊണ്ടുവിടും, ചേച്ചിയെ കൊണ്ടുവിടും. അസുഖം അവരുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് വന്നാല് പിന്നെ മധുമതി സിസ്റ്റർ ഒന്നേ മധുമതിയെ കൊണ്ടുവിടും. പിന്നെ പ്രിയന് അസുഖമാണെങ്കില്, അല്ലെങ്കിൽ മധുമതിക്ക് അസുഖമാണെങ്കിൽ പ്രിയന് ഇവിടെ കൊണ്ടുവിടും പകരാതിരിക്കാൻ. പിന്നെ കുഞ്ഞമ്മമാരുടെ മക്കളൊക്കെ, അമ്മയുടെ കുഞ്ഞമ്മമാര് ഹരിപ്പാടുള്ളവരുടെ മക്കളൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ചത്. ഇതൊന്നും കൂടാതെ അമ്മാവന്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന് കുറച്ച് സുഖമില്ലായിരുന്നു, രാജൻചേട്ടന്റെ മകൻ ഇവിടെ നിന്നാണ് പഠിച്ചത്. ഇതൊന്നും കൂടാതെ വേറൊരു കൂട്ടുകാരന്റെ അമ്മ ഇങ്ങനെ ഭയങ്കര ഓക്കുപ്പൈ ചെയ്യുന്നത്. അതുപോലെ അമ്മാവിന്റെ കാറ് 414 എന്ന് പറഞ്ഞ കാറായിരുന്നു, അംബാസഡർ. എല്ലാരും പറയാം ആ കാർ പിന്നെന്താ പറയണ്ട എക്സ്പാൻഡ് ചെയ്യുന്നു. അല്ല അതിന്റെ എടുത്തു കളഞ്ഞു. ചേട്ടന് ഓർക്കസ്ട്രക്കാർ ഒരുപാട് പേരുണ്ട്. വയലിനുണ്ട്, മൃദംഗമുണ്ട്, ഗഞ്ചറയുണ്ട്, ഘടമുണ്ട്, മുഹർശങ്കുണ്ട്, അതിന്റെ കൂടെ ഒരു തമ്പുരു, ഒരാളും. അപ്പൊ എത്ര പേരാ? ഒരു ലോറിക്ക് പോകാൻ സാധനമുണ്ട്. ഏതാണ്ട് 9-10 പേര് ഒരു കാറിൽ കയറണം. അപ്പൊ 414 അത്രയും അംബാസഡറാണ്, അത്രയും പേര് കൊള്ളുകയില്ല. അപ്പൊ ഈ പിടിയൊക്കെ എടുത്ത് കളഞ്ഞു. പിടിയൊക്കെ ചിലരുടെ മടിയിലാണ് ഇരിക്കുന്നത്, ചിലര് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആ കാർ പോയി. ഇപ്പം ആ കാറിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ ഇളയ മകൻ രവി എന്നാണ് അവന്റെ പേര്, കുഞ്ഞാവെന്ന് വിളിക്കുന്നേ ഉള്ളൂ. രവിശങ്കറിന്റെ കാറ് ബ്രയോ ആണ്, അതിന്റെ നമ്പർ 414 ആണ്. അവർക്കും അമ്മാവൻ തീർച്ചയായിട്ടും ഒരു ഗുരുസ്ഥാനം. അല്ല, ശംഖുവിനെ വളരെയധികം അപ്പുറത്തെ അവര് എന്റെ 2 മക്കളും തമ്മിൽ ഏജ് ഡിഫറൻസ് ഇല്ല, വളരെ കുറവാണ്. ഈ 2 വയസ്സ് തികച്ചില്ല. അപ്പം ഇവനെ ഉപദ്രവിക്കാനായിരിക്കാനായിട്ട് മറ്റവനെ അങ്ങോട്ട് കൊണ്ടുപോകും. 2 വയസ്സൊക്കെ ഉള്ളപ്പോ അതന്നെ ഇവനെ മാന്തമ്പിച്ച് ചെയ്യണം. മോനെ കാത്തു, വിദ്യ, അമ്മാവൻ, അമ്മായി 2-3 വയസ്സുള്ളപ്പോഴൊക്കെ അവന്റെ വളർച്ചയ്ക്ക് കാരണം. പിന്നെ അമ്മായിയുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഗിരിജ ആന്റി. അന്ന് ഹാൻഡിക്യാം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. ഹാൻഡിക്യാം അതാ ഭയങ്കര എന്താ പറയേണ്ടത്, വളരെ റയറസ്റ്റ് ആയിട്ടുള്ള
എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. അപ്പം ഗിരിജാന്റെ ഉഗാണ്ടയിലായിരുന്നു, മൊസാംബിക്കില്. അപ്പം അവര് വരുമ്പോഴത്തേക്കും ശംഖുവിന്റെ ഷോ ഇപ്പോഴും ഉണ്ട്. ശംഖു 2 വയസ്സില് ഒരു ചീപ്പ് എടുത്ത് കൊടുക്കും മൈക്കാണെന്ന്. അപ്പൊ അവന് ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവര് പിന്നെ ബ്രൈബ് ചെയ്തിട്ടാണ് ഇത് പാടിക്കുന്നത്. അപ്പൊ രാജകൃഷ്ണനോട് ടവലൊക്കെ ഉടുത്തിട്ട് വന്ന് എടാ പാടറ അന്ത അറബി കടലോരം, മുസ്തഫ മുസ്തഫ, പിന്നെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ഇതൊക്കെ അവന് പിന്നെ അത് കഴിഞ്ഞിട്ട് എടാ ഗീതം പാടടാ, ബാക്ക്ഗ്രൗണ്ടിലേ ഉള്ളൂ. അത് താത്താന്ന് അവൻ വിളിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ. താത്ത എല്ലാം പാടിക്കും, ഗീതം പാടണം. അപ്പൊ അച്ഛന്റെ മടിയിലിരുന്നാണ് ശംഖു എപ്പോഴും പാടിക്കുക. അപ്പൊ ഈ ഗീതമൊക്കെ ഹൃദയ. എന്നിട്ട് ഈ പിള്ളേര് ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അക്കാഡമിയിലെ പിള്ളേരൊക്കെ ചിലർ വരും, സാറേ അതൊന്ന് പുതുക്കി അപ്പൊ ചിലപ്പോ വർണ്ണമായിരിക്കും പഠിപ്പിക്കുന്നത്, കീർത്തനമായിട്ട്. അത് കുറച്ചുകൂടെ മുതിർന്ന ശേഷം അപ്പൊ ശ്രീചേട്ടൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് അപ്പം ശംഖു ഇവിടെ കാണും. ഞാൻ പോസ്റ്റ് ചെയ്യല്ല, ശംഖു മോനെ അതൊന്ന് പറഞ്ഞു തരുമോ, ചേച്ചി മറന്നുപോയോ ഒന്ന് പറഞ്ഞു തരുമോ. അങ്ങനെ കളിപ്പിച്ചും കൂടിയാണ്. എന്നിട്ട് പിന്നെ ക്രിക്കറ്റ് കളി ഇവിടെ പിള്ളേരുമായിട്ട് ശംഖുവും ഒരു കാലമായിരുന്നു. പിന്നെ എല്ലാം ശരിക്കും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോനും കാത്തും പിന്നെ ഇത് എല്ലാരും ഒരു ഒരുമിച്ചുള്ള ഒരു പിന്നെ അമ്മൂമ്മ അവിടെ ഇരിക്കുന്ന ഒരു ഐശ്വര്യമായിരുന്നു. അമ്മൂമ്മ ഇവരുടെയൊക്കെ വളർച്ചയില് വലിയൊരു ഫാക്ടറാണ്. എന്നുവെച്ചാൽ കരമന സ്കൂളില് അമ്മൂമ്മ ഇത് മേടിച്ച് ട്രാൻസ്ഫർ മേടിച്ച് വന്നു. അത് ഒരു വലിയ വഴിത്തിരിവായി എല്ലാ മ്യൂസിക് ജേർണിക്കും. അത് മാത്രമല്ല അമ്മൂമ്മ ഇവരുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും വളരെ എനിക്ക് ഓർക്കാനുള്ള ഈ 7 Seas എന്ന് പറഞ്ഞ നാറുന്ന മീനെണ്ണയുണ്ടല്ലോ, അത് തേപ്പിക്കും കൊച്ചിലെ അരിപ്പാട്ട് വെച്ച്. ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോ എന്നെയും ചേട്ടനെയും അങ്ങ് അത് മുഴുവൻ ദേഹം മുഴുവൻ തേപ്പിച്ചങ്ങ് വിടും. ദ്രുവാടയാണെന്നോ. എന്നിട്ട് ഈ ശിഷ്യരെ കുളിപ്പിക്കുന്നതൊക്കെ അച്ഛന്റെ ശിഷ്യരാണ്. പക്ഷെ ശ്രീകുട്ടനെ മാത്രം കുളിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചിരങ്ങ് വന്നിട്ടില്ല, അവന് ചിരങ്ങോടെ ചിരങ്ങ് വന്നിട്ടില്ല. അപ്പൊ അത് നല്ലൊരു മരുന്നാണല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞ അമ്മ അത് ചെയ്തിരിക്കും. പച്ചമുട്ട വാട്ടിയ മുട്ട കെപ്ലർ എന്ന് പറഞ്ഞ ഒരു സാധനം, അത് ഭയങ്കര മധുരമാണ്. അത് കുപ്പികള് ഒരുപാട് വാങ്ങിച്ചു വയ്ക്കും. അതെല്ലാം ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾ തീർക്കും, കാരണം നല്ല മധുരമാണ്. പിന്നെ പച്ചമുട്ട പാലില് ഇങ്ങനെ അടിച്ചിട്ട് പഞ്ചസാരയിട്ട്, അയ്യോ ഓക്കാനം വരും ഇപ്പൊ ഓർക്കുമ്പോ. ഇതൊക്കെയാണ് അമ്മയുടെ ചികിത്സ. പിന്നെ അതുപോലെ ഇവര് ബോബനും മോളിയും പോലായിരുന്നു ശരിക്കും. അമ്മയും അമ്മാവനും പിന്നെ രണ്ടുപേരും അടിയും വഴക്കും ഒക്കെ ആയിരുന്നു. അമ്മയുടെ അമ്മാവനെ ഓടിക്കുകയൊക്കെ ചെയ്യും. അവസാനം അപ്പൂപ്പം പിടിച്ച് അടിക്കാൻ നേരം രണ്ടുപേരും പിടിക്കുമ്പോ അമ്മ ബോധം കെട്ട് വീഴും. അപ്പൊ അമ്മയുടെ അടവാണെന്നാണ് അമ്മാവൻ പറയുന്നത്. അമ്മാവനെ വീടിന്റെ വിട്ടിട്ട് അടിക്കുകയും ചെയ്യും. പിന്നെ കാണുന്ന കുളത്തിലൊക്കെ ചാടുക, രണ്ടും നീന്തുക, ഇങ്ങനെയുള്ള പരിപാടികൾ എൻജോയ് ചെയ്തു അവര് കൊച്ചില്. ഞാനും എൻജോയ് ചെയ്തു. ഞാനും എന്റെ കൂട്ടുകാരും ഒക്കെ കൊച്ചിലെ കളിക്കാനും ഒക്കെ നന്നായിട്ടുണ്ട്. എന്റെ കളിക്കൂട്ടുകാരെ എനിക്ക് ഓർമ്മയുണ്ട്. തങ്കു, വേണു, ഇവരൊക്കെ നമ്മുടെ വലിയ കൂട്ടുകാരാണ്. എന്നിട്ട് ഇതുപോലെ അമ്മാവനൊരു കുളത്തിൽ ചാടിയിട്ട് അവസാനം നിലയില്ലാത്ത കുളമായിരുന്നു, അതിലിങ്ങനെ ആക്കിയിട്ട് ആരോ രക്ഷിച്ചു പിന്നെ കയറിട്ട് കൊടുത്താ രക്ഷിച്ചു. ഭയങ്കര കുസൃതി, ഭയങ്കര കുസൃതി. അത് തന്നെ ആയിരിക്കും എനിക്കും കുറെയൊക്കെ സമാധാനിക്കാം. ഭയങ്കര കുസൃതി. അതുപോലെ എന്റെ മക്കളെ കുസൃതി കാണിക്കുമ്പോ അമ്മ പറയും നിന്റെ അത്രയൊന്നും ഇല്ല. അതൊന്നുമില്ല, നമ്മളെ നാണം കെടുത്തു വരുന്നവള്. അതെങ്ങനെയാണെന്നോ, ഈ മിക്സർ അവള് കണ്ട തൊടുക പോലും ഇല്ല. എവിടെങ്കിലും വീട്ടിൽ ചെന്നാല് മിക്സർ പൂനെയായിട്ട് കൊണ്ട് ജി വേണുഗോപാലിന്റെ അമ്മയുടെ ടീച്ചറാണ് ജി വേണുഗോപാലിന്റെ ടീച്ചർ. മുഴുവൻ നിരും. അപ്പൊ ടീച്ചർ തന്നെ, ഓമിനിക്കുട്ടി ആ കുട്ടിക്ക് വയറ്റിന് അസുഖം, നമ്മളെ നാണം കെടുത്തു വരും.
ഇങ്ങനെ പല കാര്യങ്ങളും. അച്ഛനൊരു വലിയ സ്കോളർ ആയിരുന്നു കേട്ടോ. അച്ഛനെ ശരിക്കും ഞാൻ ആലോചിക്കുമ്പോ അച്ഛനൊരു കുടത്തിലെ വിളക്ക് പോലെ, മനസ്സിലായില്ലേ? പുറത്തിങ്ങനെ അച്ഛന് ഈ പ്രകടിപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. സാഹിത്യമൊക്കെ എന്ത് സാഹിത്യം അറിയാം, ജ്യോത്സ്യം അറിയാം, മാത്സ്, പാട്ടുകളെ രാഗങ്ങളെല്ലാം അറിയാം, സെലക്ഷൻ, സ്വാതിരുന്നാളിന്റെ കാര്യങ്ങള്, എല്ലാവരുടെയും കാര്യങ്ങള്, ചട്ടമ്പി സ്വാമികളുടെ കാര്യങ്ങള്, കുമാരനാശാൻ, പിന്നെ കഥകളി, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും അച്ഛന് ഗ്രാഹ്യമുണ്ട്. പിന്നെ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ എല്ലാം കാണാൻ പലതും. മരിക്കുന്ന തലേ ദിവസം നീ ഏതോ ഒരു ഫോർമുല ചോദിച്ചില്ലേ? ഓർമ്മ ഞാൻ വെറുതെ ചോദിച്ചു, ഐസിന്റെ ഈ ഈക്വൽ ടു പിന്നെ ഉണ്ടല്ലോ MC². അതിനെ കുറിച്ച് ഞാൻ മാത്സ് ആയിരുന്നു കേട്ടോ. മാത്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ പറഞ്ഞു മ്യൂസിക് എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെ പോയി പഠിച്ച് BA MA എടുത്തു. അതിനു മുമ്പേ ഞാൻ വീണ വായിക്കുമായിരുന്നു. മ്യൂസിക് അല്ല, മ്യൂസിക് പ്രൈവറ്റ് ആയിട്ട് MA എഴുതി. പിന്നെ വേറെന്താ? ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചറിന് ശരിക്കും ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അറിയപ്പെട്ടത്. ഇവിടെ MG രാധാകൃഷ്ണൻ സാറാണെങ്കിലും MG ശ്രീകുമാർ സാറാണെങ്കിലും ഒക്കെ ഫിലിം സോങ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത്. പിന്നെ എന്ന് മാത്രമല്ല MG രാധാകൃഷ്ണൻ സാർ ആണ് ഇന്ന് വളരെ പ്രശസ്തരായ ഒരുപാട് പ്ലേബാക്ക് സിംഗേഴ്സിനെ നമുക്ക് സമ്മാനിച്ചത്. സംഗീതജ്ഞന്മാര്, അതുപോലെ തന്നെ ഗാനരചയിതാക്കന്മാര്, ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ വാർത്തെടുത്ത ഒരു കുടുംബമാണ് മേടയിൽ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും നോളജ് ഉള്ള ടീച്ചർ എന്തുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് വന്നില്ല? എല്ലാവരും ചോദിക്കുന്നതാണ്. വരാമായിരുന്നു. ദേവരാജൻ മാസ്റ്റർ വരെ ഹരിപ്പാട്ട് വീട്ടിൽ വരുമ്പോൾ പറയുമായിരുന്നു ഈ കുട്ടിയെ ഫിലിമിലേക്ക് പാടാൻ വിടാം. കാരണം അന്ന് വോയിസ് എത്ര വേണേ പോകാൻ. പക്ഷെ അച്ഛനത് താല്പര്യമില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇവരൊക്കെ പാടട്ടെ, നീ ക്ലാസിക്കൽ പാടിയാണ്. അങ്ങനെ പറഞ്ഞ് എന്റെ മനസ്സും അതിലേക്കായി. ടീച്ചറിന് ശരിക്കും എൻജോയ് ചെയ്ത് ഉള്ള ജേർണി തന്നെയായിരുന്നു കർണാട്ടിക് മ്യൂസിക്കിലേക്കുള്ളത്. അത് അച്ഛൻ പറഞ്ഞതുകൊണ്ട് സംശയമില്ല. അല്ല, കാരണം കർണാട്ടിക് മ്യൂസിക് കൂടുതൽ പഠിച്ചവർക്ക് അത് വിട്ടുപോകാൻ പറ്റില്ല. ആ മനോധർമ്മമൊക്കെ പാടുമ്പോൾ നമ്മള് അറിയാതെ മണിക്കൂർ കണക്ക് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ അത്ര ചെയ്താലേ അതിലേക്ക് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാരും വിട്ടുപോകുന്നത്. കുറെ കുറച്ച് പ്രയാസമാണ്. പക്ഷെ എനിക്കത് വിടാൻ പറ്റിയിട്ടില്ല. കാരണം കഴിഞ്ഞ് ഞാൻ ഗാനപ്രവീണിക്ക് കയറുന്നു. ഗാനപ്രവീണിക്ക് 4 വർഷം ഇളവ് ചെയ്താണ് ചെമ്മൻകുട്ടി സാർ എനിക്ക് തന്നത്. അപ്പൊ എന്റെ കൂടെ ഗാനപ്രവീണിക്ക് പഠിക്കുന്നവരെല്ലാം അതീവ വിദ്വത്തുള്ളവരാണ്. അപ്പൊ അവരുടെ കൂടെ എനിക്ക് കുറച്ചെങ്കിലും എത്തണമെങ്കിൽ ക്ലാസിക്കല് അപാരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ലാസ്റ്റില് ഗാനപ്രവീണിക്ക് മ്യൂസിക്കില് എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പൊ എത്രമാത്രം പ്രാക്ടീസ്. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്തോറും ഈ മനോധർമ്മം ഓരോന്ന് മനോധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പഴേ തോന്നിപ്പാടുന്ന സ്വരവും രാഗവും നിരവലും ഒക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ 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 ക്രിയേറ്റീവ് ആവുകയാണ്. പിന്നെ ലൈറ്റ് മ്യൂസിക്കിലേക്ക് പോകണമെന്നേ തോന്നിയില്ല. അങ്ങനെയാണ്. പാടിയിട്ടുണ്ട് കേട്ടോ. അട്ടഹാസം എന്ന് പറഞ്ഞാൽ, പക്ഷെ അമ്മ അത് പറയത്തില്ല. എന്താണെന്നോ, അതിനകത്ത് ജയമാലിനെ അഭിനയിച്ചിട്ട്, അതുകൊണ്ട് അമ്മ പറയത്തില്ല. ഒരു പിന്നെ കവാലി സോങ് അതിനകത്ത് യേശുദാസിന്റെ കൂടെ പാടിയിട്ടുണ്ട്. അന്ന് കൂടെ കമുകറ. പിന്നെ ഇത് വാനപ്രസ്ഥത്തിലെ ബാക്ക് സ്റ്റോറി ചെയ്തത് മറ്റേ ഇദ്ദേഹമായിരുന്നു, സക്കീർ ഹുസൈൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് കോറിലേറ്റ് ചെയ്തു. അതില് കഥകളി സംഗീതം, കഥകളി സുഹാസിനിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പദങ്ങളും അതിത് അയിത്തല്ല, അയിത്തത്തിൽ ചിത്രയായിട്ട് 6-ാം തമ്പുരാൻ. 6-ാം തമ്പുരാനല്ല, വേറെ അയ്യോ ഞാൻ മറന്നുപോയി ആ സിനിമയുടെ. അതില് പിന്നെ മോഹൻലാലിന്റെ അമ്മയുടെ ഒരു കച്ചേരി നടക്കുമ്പോ സരസിജനാഭ സോദരി സിനിമ ഏതാണ് ഒന്നും ഓർക്കുന്നില്ല. അപ്പൊ പാടണം ലൈൻ. അയ്യോ ചുമ്മാ ഇപ്പൊ പാട്ട് നിർത്തിയിരിക്കുകയാണ്. ഗോവിച്ചന് മരിച്ചേട്ടനെ
കച്ചേരി പാടിയിട്ടേ ഇല്ല. ഹ്രീമന്ത്ര ഗണിയെ പാടാം നമുക്ക് രണ്ടുപേരും. എനിക്ക് വയ്യ, നീ പാടാം. അല്ല, നമുക്ക് രണ്ടുപേരും കൂടെ പാടാം. രണ്ടുപേർക്കും കൂടി ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹ്രീമന്ത്രം. എനിക്ക് ശ്രുതി വേണോ? വേണ്ട, അതിന്റെ ഇതായാലോ, ഏകമയ ഏകാന്തസ്. അതും അമ്മാവൻ്റെ അല്ലേ? ആ ശരി, ഓക്കെ. ഏകമയം ഏകാന്ത സുന്ദരം തായേ നിൻ ത്രിമധുരം ഏകമയം ഏകാന്ത സുന്ദരം തായേ നിൻ ത്രിമധുരം ഏതൊരജ്ഞാത ചേതോ വികാരം സമന്വയ രുചിരം സമയാചാരം ഏകമയം ഏകാന്ത സുന്ദരം തായേ നിൻ ത്രിമധുരം. നന്നായിട്ടുണ്ട്. ടീച്ചറിന്റെ സൗണ്ട് ഒക്കെ പോയെന്ന് ആരാ പറഞ്ഞ്? അയ്യോ, എനിക്ക് പാടാനേ വയ്യ ഇപ്പൊ. അതുകൊണ്ട് ഞാൻ പാട്ടുകളൊന്നുമേ പാടാറില്ല. അമ്മാവന്റെ ലൈറ്റ് മ്യൂസിക് അതൊരു ശാഖ തന്നെയായിരുന്നു. ഇപ്പോഴും ഘനശ്യാമ സന്ധ്യ ഹൃദയം, ജയദേവ കവിയുടെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതിന്റെ 2 ലൈൻ ഞാൻ വേണമെങ്കിൽ പാടിക്കും. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ. ഒന്നുകൂടെ എടുക്കാം. രാജീവനയനന്റെ. ഓക്കെ, ഒന്നുകൂടെ എടുക്കാം. ഇത് പൂവച്ചൽ ഖാദറാണ് എഴുതിയത്. ശരിക്കും പൂവച്ചൽ ഖാദർ വേറൊരു റിലീജിയൻ ആണെങ്കിലും അദ്ദേഹം ഹിന്ദുയിസത്തിനെ കുറിച്ച് വളരെ എഴുതിയിട്ടുള്ള രാമായണക്കിളി അമ്മാവൻ്റെ എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. രാമായണക്കിളി വന്നിട്ട് 50 വർഷത്തെ കൂടുതലായി. യുമീര എന്ന് പറഞ്ഞ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റാണ് പാടിയത്. ആ ചേച്ചി റിട്ടയർ ചെയ്തിട്ടൊക്കെ വർഷങ്ങളായി. അപ്പം അന്നത്തെ കാലത്ത് ഈ ലൈറ്റ് മ്യൂസിക് പിന്നെ പഠിക്കുന്നത് ലേൺ ടു സിങ്, ലളിത സംഗീത പാഠം അന്നത്തെ ഒരു പിന്നെ വലിയൊരു നമ്മുടെ ഒരു വലിയ സംഭവമാണ് റേഡിയോ. TV ഒന്നും ഇല്ലല്ലോ. അപ്പം റേഡിയോ ആണ് എല്ലാവരും കേൾക്കുകയും ഒരു സമയമുണ്ട്, രാവിലെ 8 മണിയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് എല്ലാവരും ഡയറി ഒക്കെ ആയിട്ട് അതായത് പത്മശ്രീ എനിക്ക് കിട്ടിയ ദിവസം വന്ന് കയറി അവർക്ക് ഞാൻ പത്മശ്രീ എന്ന് പേര്. ഇപ്പൊ അതിന് വിശക്കുന്നുണ്ട്, അതാണ് വലിയൊരു അതിശയം തന്നെ. ഞാൻ പഠിപ്പിക്കുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കും, എന്റെ പലകയിൽ ചാടി കയറും ഒക്കെ ചെയ്യും. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണല്ലോ. 1 മാസമായപ്പോ ഗർഭിണിയായി ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പൊ 3 കുഞ്ഞുങ്ങൾ തമ്മിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 8 മണിക്ക് എല്ലാരും ഡയറിയും ബുക്കും ഒക്കെ ആയിട്ട് ഇരുന്ന് കുട്ടികളെ പോലെ ഇപ്പൊ ഒരു സാറ്, ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ആ രീതിയിലാണ് അമ്മാവനായിരിക്കും പഠിപ്പിക്കുന്നത്. ചിലപ്പോ സുശീല ദേവി ടീച്ചറായിരിക്കും പഠിക്കുന്നത്. അപ്പൊ എഴുതൂ എന്ന് പറയുമ്പോഴത്തേക്കും ജയദേവ കവിയുടെ അപ്പൊ ഇവിടെ എഴുതും ആൾക്കാർ. അങ്ങനെ ലേൺ ടു സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം വൃന്ദവാദ്യത്തോടെ, വാദ്യവൃന്ദത്തോടെ നമുക്ക് ഈ ഗാനം കേൾക്കാം എന്ന് പറയുമ്പം അന്ന് പാടിയത് ജയചന്ദ്രൻ, P. ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത് ഒറിജിനലി. അപ്പൊ അത് 2 വരി പാടാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളിന്തി ആയത് ഇന്നു മറിഞ്ഞില്ല ദേവൻ,
നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നത് തെല്ലുമറിഞ്ഞില്ല ദേവൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. രാധേ ഉറക്കമായോ. ഓരോ ലൈറ്റ് മ്യൂസിക്കും അമ്മാവൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു. നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം, എൻ്റെ മനസ്സു മാത്രം.